ആൺകുട്ടികൾ ജനിച്ചാൽ ആഹായും പെൺകുട്ടികൾ ജനിച്ചാൽ ഓഹോയും കേട്ടിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് തന്നെ ഒരു പഠിച്ചൊരു ടീച്ചർ ആവണം, ഒരു ജോലി നേടി കാണിച്ചു കൊടുക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ +2 കഴിഞ്ഞ് പഠിപ്പിക്കാൻ കാശില്ലാത്തതുകൊണ്ട് വീട്ടുകാർ ലോൺ എടുത്ത് കെട്ടിച്ചയച്ചു. പക്ഷേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്നവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രഗ്നൻസി ഡ്രോപ്പ് ഔട്ട് ആകും. 1 ഇയർ ആയപ്പോൾ വീണ്ടും ജോയിൻ ചെയ്തു. അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് B.Edന് ജോയിൻ ചെയ്യാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ അന്ന് ഞാൻ 1 മാർക്കിന് ആ ഒരു വിഷയത്തിൽ ഫെയിലാവുന്നു. ദെൻ എഗെയിൻ 1 ഇയറിൻ്റെ കാത്തിരിപ്പ്, അടുത്ത റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോഴേക്കും B.Edൻ്റെ അഡ്മിഷൻ അന്ന് തീർന്നു പോയി. ദെൻ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും അന്ന് നേരത്തെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് ഞാൻ B.Edന് ജോയിൻ ചെയ്ത് 2 വർഷം കഴിയുമ്പോഴാണ് കൊറോണ വരുന്നതും എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ എനിക്ക് നഷ്ടപ്പെടുന്നതും. എങ്ങനെയൊക്കെ ടീച്ചേഴ്സിന് നിർബന്ധമുണ്ട് ഞാൻ എക്സാം എഴുതിയത് കംപ്ലീറ്റ് ചെയ്തു. ദെൻ റിസൾട്ടൊക്കെ കഴിഞ്ഞ് ഞാനൊരു ജോലി ജോയിൻ ചെയ്യാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആവുന്നതും. അവിടെ വീണ്ടും എനിക്ക് ഒരു കരിയറിൽ ജോയിൻ ചെയ്യാൻ പറ്റാണ്ട് ഞാനൊരു ഭയങ്കര ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാവുകയും ചെയ്യുന്നു. ദെൻ അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി, അത് KG മുതൽ PG വരെ ട്യൂഷൻസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി വളർന്നു. അവിടെ സ്പോക്കൺ ഇംഗ്ലീഷ്, അബാക്കസ്, ഡ്രോയിങ് പോലത്തെ കോഴ്സുകൾ കൊണ്ടുവന്നു. ദെൻ AI-യുടെ കോഴ്സ് കൊണ്ടുവന്നു. ഇപ്പോഴാണ് ടീച്ചേഴ്സിന് ഉള്ള ഒരു പലപ്പോഴും പല ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിൻ്റെ ഒരു സ്കില്ലിൻ്റെ കുറവ് മനസ്സിലായപ്പോഴാണ് ടീച്ചേഴ്സിനുള്ള സ്കില്ലുകൾ ചേർത്തൊരു പ്രോഗ്രാമാണ് നമ്മൾ സ്കില്ലൈ പ്രോ എന്ന പേരിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ കരിയർ. അപ്പോൾ നമ്മളൊരു കുട്ടികളുണ്ടെന്നുള്ളത് അല്ലെങ്കിൽ മറ്റൊരു തടസ്സവും നമ്മുടെ മുന്നിലില്ല. നമുക്ക് എങ്ങനെയായാലും നമ്മുടെ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീമിൽ നമ്മൾ എത്തിച്ചേരണം.